അത് വോട്ടിംഗ് അത് കൗണ്ടിംഗ് കാണിട്ട് 2 ദിവസത്തിനകം കിട്ടും. കൗണ്ടിങ്ങിന് ശേഷമാണ് ഇൻഡെക്സ് കാർഡ് വരാൻ പോകുന്നത്. ആസാമിലൊക്കെ പോലീസ് ഡ്യൂട്ടിക്ക് പോയതല്ല, 1000-ഓളം പോലീസുകാർക്ക് അവർക്ക് പോസ്റ്റൽ ബാലറ്റിന്റെ പ്രൊസീജിയർ തുടങ്ങും മുമ്പ് അവര് ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് വരുന്നത്. ഇല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലവിലെ ഒരു സംവിധാനമില്ല. അതുപോലെ തന്നെ പുറത്ത് ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോസ്റ്റൽ ബാലറ്റ് അയക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല, എക്സെപ്റ്റ് ഫോർ സർവീസ് വോട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കുറെ നമ്മുടെ ഒബ്സർവേഴ്സ് കൂടി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇലക്ഷൻ കമ്മീഷണർ ടേക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും. അത് ഇതുവരെ അങ്ങനെ ഒരു ഇതില്ല, ഒരു പ്രൊവിഷൻസ് നിലവിലില്ല. ഏതെങ്കിലും ബൂത്തിലെ 99% പോളിംഗ് നടന്നായിട്ടുണ്ടോ? കണ്ണൂരിൽ അങ്ങനെ ഒരു പരാതി ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോളിംഗിന് നെക്സ്റ്റ് ഡേ പൊളിറ്റിക്കൽ പാർട്ടീസിനും എല്ലാം വിളിച്ചിട്ട് ഒരു ഒബ്സർവറുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്. സ്ക്രൂട്ടിനൈസിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ്. അതിൽ ആർക്കെങ്കിലും ഒബ്ജക്ട് ചെയ്യാം. അങ്ങനെ ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു താങ്കൾ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. സോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ചർച്ച ചെയ്യേണ്ട ഒരു കമ്മിറ്റീസ് ആണ് അത് സ്ക്രൂട്ടിനി കമ്മിറ്റി. ആ സ്ക്രൂട്ടിനി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് പരിഹരിക്കേണ്ട ഇഷ്യൂസ് ആണ്. ഇല്ല, വെബ്സൈറ്റിലല്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലെ പോളിംഗ് ഏജൻസിന് കൈമാറുന്ന ഒരു ഡോക്യുമെന്റ്. ഏത്? ഇല്ല, നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഡേറ്റ, പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തിട്ടുള്ള ഡേറ്റ അത് സെയിം ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മള് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഫോം 3, അതായത് ഫോർമാറ്റ് 3, അത് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോ സ്ട്രോങ് റൂംസിലെ ഒരു എന്താ പറയാ, ഒരു വെബ്കാസ്റ്റിംഗിന്റെ CCTVയുടെ ഒരു ഫീഡ് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട്. അവർ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പോയിട്ട് ആ ഫീഡ് കാണാം. ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ പോയിട്ട് അവർക്ക് സെക്യൂരിറ്റിയുടെ ആസ്പെക്ട്സ് എല്ലാം അവർക്ക് കാണാം. അതില് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, ഇപ്പോ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ള സെൻട്രൽ ഫോഴ്സസ് ആണ് ഇതിന് ഗാർഡ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഫീഡ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട്. അത് അവർ വിനിയോഗിക്കണം. വേണമെങ്കിൽ അവർ പോയിട്ട് അവരെ കാണാം. പോളിംഗ് ഡേയിൽ ബൈ നൂൺ താങ്കൾ തന്നെ പറഞ്ഞു അപ് ടു 90% പോവാമെന്ന്. ആൻഡ് ദിസ് ഈസ് ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് SIR. അപ്പം അത് എന്തെങ്കിലും ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു വെരി ക്ലോസ് ടു 80% ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇറ്റ്സ് വെരി ഗുഡ് പോളിംഗ് പെർസെൻറ്റേജ്. പക്ഷെ നമ്മൾ ഹൈ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുന്നുള്ള വിധത്തിലാണ് 90 വെച്ചത്. ബട്ട് വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ഇൻക്രീസ്. ബട്ട് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് പരിശോധിക്കണം. അത് താങ്കൾ പരിശോധിക്കണം. പിന്നെ വീണ്ടും നമ്മൾ എന്തായാലും ഒരു സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടെത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.